Welcome to Mukta and Kanmani official YouTube channel. ഞാനിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളിത് എന്താ സംഭവം എന്ന് വിചാരിക്കണ്ടാവില്ല. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. കാരണം ഈ എപ്പിസോഡ് എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ്, കമ്മണിക്കുട്ടിക്കും. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം കേട്ടോ, ഏട്ടനില്ല. ഇപ്പം ഇനി പ്രോഗ്രാംസ് ഓണത്തിൻ്റെയൊക്കെ തുടങ്ങിയത് കാരണം ഏട്ടൻ ഇച്ചിരി നല്ല തിരക്കാണ്. അപ്പം ഏട്ടനെ ശരിക്കും ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ആലുവയിലുള്ള ഒരു കോൺവെൻറ്റിലെ അവിടുത്തെ സിസ്റ്റേഴ്സും അവിടെ കുറേ കുഞ്ഞു കുട്ടികളും കുറേ അമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് കമ്മണിക്കുട്ടീനെയും എന്നെയും ഒക്കെ ഒന്ന് കാണണമെന്നൊരു ഭയങ്കര ആഗ്രഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് അവരുടെ അടുത്ത് പോയിട്ട് ഓണം ആഘോഷിക്കാം. ഇതെവിടേക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് കേട്ട് പോണേ? എനിക്ക് അവിടെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അന്നാ കമ്മണിക്കുട്ടി ഒരു കാര്യം ചെയ്യും, വേഗം നമ്മുടെ കാറിന്റെ കീ എടുത്തിട്ട് ഡ്രൈവർ അങ്കിളിന് കൊടുക്കാം. അമ്മ വേഗം ഒന്നും കൂടെ ടച്ചപ്പ് ചെയ്തിട്ട് വേഗം വരാം കേട്ടോ. ഓടിക്കും, വേഗം പോവാം. ഒരു മിനിറ്റ് എപ്പോൾ വരാം കേട്ടോ. ഒരു ഗെയിം കളിക്കാൻ പോകണം. നമ്മളുടെ കുട്ടികളുടെ കൂടെ ഒരു ഗെയിം കളിക്കാൻ പോകണം. എന്ത് ഗെയിമാണ്? നമ്മൾ എന്ത് ഗെയിമാണ് കളിക്കാൻ പോണേ? നമ്മളുടെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമ്മളൊരു 3 ടീമായിട്ട് നമ്മൾ തിരിക്കാൻ പോവാ. പിള്ളേരെ 3 ടീമായിട്ട് തിരിച്ചിട്ട് ഓരോ പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ ടീമിനും കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? ഓരോ ടീമിനും ഓരോ പാക്കറ്റ് തരും. ഈ പാക്കറ്റ് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് പൂക്കളിടാന്ന് കാണിച്ചു തരണം. ഓക്കെ, മാവേലി തുടങ്ങിയാലോ? ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഗെയിം? ഇഷ്ടപ്പെട്ടു. ഇത് എന്ത് ബിസ്ക്കറ്റ്? അത് ഇഷ്ടമാണോ? അപ്പൊ ദാ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ റെഡിയാണോ? റെഡിയാണോ? റെഡി? ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പതുക്കെ മതി, ടൈമുണ്ട്, പതുക്കെ മതി.
മാവേലിക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ്സ് ഇങ്ങനെ പൂക്കളോടൊന്ന് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി വിശക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മാവേലി തന്നെ ഒന്ന് നോക്കിയിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ട ഓറിയോ പൂക്കളം എന്നൊന്ന് പറയരുത്. ഒന്ന് മാവേലി ഒന്ന് ഓടിപ്പോയി നോക്കി. അപ്പം നമ്മളുടെ വിന്നർ ആരാണെന്ന് നമുക്കൊന്ന് പറഞ്ഞാലോ? ഏത് ടീമിൻ്റെ ഇഷ്ടപ്പെട്ടത്? തേർഡ് ടീം എന്നാ പറഞ്ഞിരിക്കുന്നത്. തേർഡ് ടീം കണ്ടോ, നമ്മുടെ പിള്ളേർ നല്ല മിടുക്കന്മാരും മിടുക്കി പിള്ളേരുമാണ്, ആർക്കും ഒരു സങ്കടവും ഇല്ല. തേർഡ് ടീമിൻ്റെയാണ്. വേണമെങ്കിൽ നമ്മുടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതാ നോക്കൂ, ഈ ബിസ്ക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് പൂക്കളിട്ടിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ട് പൂക്കളിട്ടിരിക്കുന്നതെന്ന് നോക്കൂ. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ നല്ല മിടുക്കന്മാർ. നിങ്ങളും നന്നായിട്ട് പൂക്കളിട്ടു. നമ്മുടെ മറ്റു കുട്ടികളും നന്നായിട്ട് പൂക്കളിട്ടിട്ടുണ്ട്. നോക്കൂ, ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട് പൂക്കളം. സെൻറ്ററിൽ ഒരു ഓറിയോ ഒക്കെ കൊടുത്ത് ക്രീം എല്ലാം വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ജോബ്. ഇനി നമ്മുടെ കുട്ടികൾ എന്താ ചെയ്തിട്ട്? നമ്മുടെ കുട്ടികൾ നന്നായിട്ട് ചെയ്തു. ഞങ്ങൾ ഭയങ്കര ബേബീഷ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇടാൻ അറിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. ഈ ഫസ്റ്റ് ചേട്ടന്മാർക്ക് ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റ് അവർക്ക് കൊടുക്കാൻ പോവാണ്.
നമ്മളുടെ SD സിസ്റ്റേഴ്സിൻ്റെ സുഹൃത്ത് സദനിലെ നമ്മളുടെ ഈ ഓണം സെലിബ്രേഷൻ, നമ്മളൊരു കുഞ്ഞു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കമ്മണിക്കുട്ടിക്കും സച്ചിക്കുട്ടനൊക്കെ ഇത് നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഈ അമ്മച്ചിമാരുടെയും ഇവരുടെ ഏജിലുള്ള കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് കളികൾ, പാട്ട്, ഡാൻസ്, അവർക്ക് പറ്റുന്ന പോലെ കുറേ മത്സരങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്, നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഓറിയോ ഓണം കൂടിയായിരുന്നു. ഒരുപാട് സന്തോഷം സിസ്റ്റർ ഞങ്ങളെ വിളിച്ചതിനും കേട്ടോ. ഇനിയും അടുത്ത ഓണവും നമുക്ക് ഇതുപോലെ ആഘോഷിക്കാം. തീർച്ചയായും ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമാണ്. കാരണം ഈ അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടികളും 2 തലമുറകൾ തമ്മിലുള്ള ഒരു സംഗമമായിരുന്നു ഈ ഓണം. അതെ, ഓണം എന്ന് പറയുന്നതും ഒരു കൂട്ടായ്മയും അത് നമ്മൾ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കണേ. തീർച്ചയായിട്ടും. അതെ. പിന്നെ SD ഞങ്ങളുടെ സഭയെന്ന് പറയുമ്പോഴും എപ്പോഴും പാവങ്ങൾക്കൊപ്പം പലതരത്തില് അഗതിത്വം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സഭയാണ്. ആ സഭയുടെ അംഗങ്ങളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങള്. അപ്പം നമ്മുടെ വെല്ലിച്ചന് മുമ്പിലാണ് ധന്യൻ വർഗീസ് പയ്യപ്പള്ളി വെല്ലിച്ചന് മുമ്പിൽ തന്നെയാണ് നമ്മള് ഈ വൈൻഡപ്പ് സെഷനിലോട്ട് കടന്നിരിക്കുക. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ മോട്ടീവ് വെല്ലിച്ചൻ തന്നെയാണ്. അപ്പം സഭ മുഴുവന്റെയും ഈ അപ്പച്ചനമ്മച്ചിമാരുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും പേരിൽ, സുഹൃത്ത് സദൻ ഫാമിലിയുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളൊരു ഓറിയോ ഒരു കുഞ്ഞി മത്സരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ പിള്ളേരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. അമേസിംഗ് ആയിരുന്നു. കാരണം വെച്ചിട്ട് ആ പൂക്കളൊക്കെ അതേട്ടോ, സത്യം ഭയങ്കര വെറൈറ്റി പൂക്കളൊക്കെ ഇടാൻ ഇങ്ങനെ പറ്റുന്നുള്ളത് ഞങ്ങളും പറഞ്ഞു നമ്മളായിരുന്നെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. അതെ, ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ കുട്ടികളോടൊപ്പം ഇതുപോലെയുള്ള പൂക്കളമൊക്കെ ഇട്ട് നമ്മളുടെ താഴെ നമ്മുടെ ലിങ്കിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ പൂക്കളോട്ട് പിക്ചേഴ്സും ഒക്കെ അയച്ചു തരിക. അപ്പോൾ എനിക്കെന്തായാലും ഈ ഓറിയോ ഓണം ഭയങ്കര സന്തോഷം നിറഞ്ഞതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇത് രസമല്ലേ ഇങ്ങനെയുള്ള പൂക്കളമൊക്കെ ഇടുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ വെച്ച് അവർക്കൊരു സന്തോഷമല്ലേ, അവരുടെ കൂടെ ഇരുന്ന് കളിക്കുക, ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. പറയാൻ പറ്റില്ല, നിങ്ങൾക്കും ആ ഭാഗ്യം ചിലപ്പോൾ കിട്ടിയേക്കാം. വിൻ എ ചാൻസ് ടു എക്സൈറ്റിംഗ് റിവാർഡ്സ്. അപ്പോൾ അടുത്ത നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാം നല്ലൊരു ഐശ്വര്യം നിറഞ്ഞ ഒരു ഓണമായിരിക്കട്ടെ. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അപ്പോൾ ടാറ്റാ, ഹാപ്പി ഓണം.